മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശിർക്കല്ലാത്തത് കൊണ്ടാണ് മുഅ്മിനീങ്ങൾ ഖിയാമത്ത് നാളിൽ പോലും അമ്പിയാക്കളെ സമീപിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹ്ശറയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഹദീസ്, വഖാല ഇന്ന ശംസ തദ്നു യൗമൽ ഖിയാമത്തി ഹത്താ യബ്ലുഗൽ അറഖു നിസ്ഫൽ ഉദ്നി വബൈനഹും കദാലിക ഇസ്തഗാസു ബി ആദമ സുമ്മ ബി മൂസ സുമ്മ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിലെ 1475 ഹദീസാണ്. ഇതിന്റെ റിവായത്തിൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓരോ നബിമാരുടെ അടുത്തേക്കും മുഅ്മിനീങ്ങൾ ചെന്നെത്തും ഷഫാഅത്തിന് വേണ്ടി. ആദ്യമായിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ആദം നബി അലൈഹി ഇസ്ലാം കാരണങ്ങൾ പറഞ്ഞ് തൊട്ടടുത്ത നബിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അവസാനമായി എത്തുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക്. വലാകിൻ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞ് തൊട്ട് മുമ്പുള്ള നബി അയക്കുകയാണ്. ഫയഖൂലു, അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്ന കാരണം, ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹി വലാകിൻ ഇതു മുഹമ്മദ, ഞാൻ ആരാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഷഫാഅത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോവുക. അങ്ങനെ മുഅ്മിനീങ്ങളൊക്കെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുനിയാവിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ആരാധനയായിരുന്നുവെങ്കിൽ, ശിർക്കായിരുന്നുവെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അയക്കില്ലായിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ സ്വീകരിക്കില്ലായിരുന്നു. നബി തങ്ങളും പോലും പറയുമായിരുന്നു, ഞാനും ആരാധിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മറ്റു മഹാന്മാരെയും അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ശിർക്കല്ല എന്നതാണ്.